ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പിയായ കാരാബൂന്തിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കടലമാവ് 2 കപ്പ്, ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയെന്ന് വെച്ചാൽ നല്ല ഒഴുകുന്ന തരത്തിലായിരിക്കണം. നമ്മൾ ബജി ഉണ്ടാക്കത്തില്ലേ, ആ കട്ടിക്ക് വേണ്ട, അതിനേക്കാളും തിന്നായിരിക്കണം. ഇതുപോലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ലാഡിൽ വേണം യൂസ് ചെയ്യേണ്ടത്. പലഹാരങ്ങളൊക്കെ കോരിയെടുക്കുന്ന തവിയിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എണ്ണ വാലാൻ വയ്ക്കുന്ന പാത്രമല്ലേ, അതും നമുക്ക് ഉപയോഗിക്കാം. ഇത് വന്ന് ലഡ്ഡു ഉണ്ടാക്കുന്ന ബൂന്തി ഉണ്ടാക്കുന്ന സ്പൂണാണ്. അതിലോട്ട് ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തു. തീ വന്ന് മീഡിയം ടു ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ തട്ടിക്കൊടുത്താൽ മതി, നല്ല ബോൾ പോലെ വീഴും. 1 മിനിറ്റ് ഒരിക്കൽ നമുക്ക് വറുക്കാം. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ എണ്ണയുടെ ശബ്ദം അങ്ങ് മാറി നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഓരോ പ്രാവശ്യവും മാവ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം ആ തവിയുടെ ബാക്കിലുള്ള മാവില്ലേ അത് തുടച്ച് മാറ്റണം. അതിന് ശേഷമേ അടുത്ത ബാച്ച് ഒഴിക്കാവൂ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് എണ്ണയുടെ ആവി തട്ടിയിട്ട് അത് കുറച്ചൊന്ന് വേവും. അപ്പോൾ പിന്നെ അടുത്ത ബാച്ചിൽ മാവ് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ഷേപ്പിലായിരിക്കത്തില്ല ആ കാരാബൂന്തി വീഴുന്നത്. പിന്നെ അതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ നിലക്കടല, കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് യൂസ് ചെയ്യാം, ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതും ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. നമുക്കൊരു 15 മുതൽ 20 ദിവസം വരയ്ക്കും നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.